Recording in progress. ഒരു മിനിറ്റ് നമ്മുടെ കുട്ടികളെല്ലാം ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചറെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ മാറി, ഇപ്പൊ ശരി. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോ നമ്മള് പഠിക്കാൻ പോണത് ഫിസിക്സ് ആണ്. വർക്ക്, എനർജി ആൻഡ് പവർ എന്താന്ന് ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോ വർക്ക്, എനർജി, പവർ. ഇതില് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ പിക്ചർ നോക്കുക. രണ്ട് പടം തന്നിട്ടുണ്ട്. ഒന്നില് ഒരാള് ഒരു മതില് വെറുതെ തള്ളിപ്പിടിച്ചോണ്ട് നിപ്പുണ്ട്. അടുത്തതിൽ എങ്ങനെയാ നോക്കിയേ? ഒരാള് ഒരു ബോക്സ് തള്ളി നീക്കി ഇപ്പുറത്ത് വെക്കുവാണ്. അങ്ങനെ രണ്ട് പടം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വർക്ക് എന്താന്നല്ലേ നമ്മള് പഠിക്കാൻ പോകുന്നത്. ഈ വർക്ക് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആദ്യത്തെ ഫിഗറില് ഇയാള് മതിലിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണുണ്ട് അല്ലെ? ഈ ഫോഴ്സ് കൊടുക്കുമ്പോഴും ഇത് മൂവ് ചെയ്യണണ്ട. ഈ ഫോഴ്സ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് ഈ മതില് മൂവ് ചെയ്യണണ്ട? ഇല്ല അല്ലെ? അടുത്ത ഫിഗർ നോക്കിയേ. ഇതില് ഈ മനുഷ്യൻ ഈ ബോക്സ് തള്ളി നീക്കി ഇപ്പുറത്ത് വെച്ചല്ലേ? അപ്പോ ഒരു സ്ഥലത്തിരുന്ന ബോക്സ് ഫോഴ്സ് കൊടുത്തപ്പോ ഇപ്പുറത്തെ വശത്തെത്തി അല്ലെ? അതായത് ഞാൻ ഫോഴ്സ് ചെയ്തപ്പോ ഒരു സ്ഥലത്തിരുന്ന വസ്തു മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയുള്ള കേസില്, അതായത് ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പോ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഫോഴ്സ് അല്ല, അവിടെ ഒരു വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. കാര്യം പിടികിട്ടിയോ? ഒരു ഫോഴ്സ്, ഞാൻ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തപ്പോ അത് മൂവ് ചെയ്യപ്പെട്ടുവെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്ന് എനിക്ക് പറയാം. അതേസമയം ഇപ്പഴത്തെ ആദ്യത്തെ ഫിഗർ നോക്കിയേ. ആദ്യത്തെ ഫിഗറിന്റെ അകത്ത് ഇയാള് കുറെ നേരമായി ഈ മതില് തള്ളാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതിനെന്തെങ്കിലും മൂവ്മെന്റ് സംഭവിക്കണുണ്ടോ? ഇവിടെ ഇരിക്കണ മതില് ഇവിടെ തന്നെ ഇരിക്കുകയാണ് അല്ലെ? അതിനൊരു മൂവ്മെന്റും സംഭവിക്കണില്ല. അപ്പൊ അവിടെ നോ വർക്ക് ഡൺ. കാര്യം പിടികിട്ടിയോ? അപ്പൊ വർക്ക് ഡണ്ണിനെ എനിക്ക് എങ്ങനെ പറയാം? വർക്കിനെ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫോഴ്സ് കൊടുക്കണ അനുസരിച്ച് അതേ ഡയറക്ഷനില് ഞാൻ തള്ളുന്ന അതേ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യപ്പെട്ടു. കാര്യം പിടികിട്ടിയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇതാണ് വർക്കിന്റെ എക്സാമ്പിൾ ഫിഗർ. ആദ്യത്തെ ഫിഗറിലൊക്കെ അപ്പോ വർക്ക് ചെയ്തിട്ടില്ല, നോ വർക്കാണ്. രണ്ടാമത്തെ ഫിഗറില് വർക്ക് ഡൺ നടന്നിട്ടുണ്ടെന്ന് പറയാം. ഇനി എന്താണ് വർക്കിന്റെ ഡെഫിനിഷൻ നോക്കിയേ. വർക്ക് is defined as the product of net force acting on a body and the distance moved in the direction of force. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വർക്കിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണാണ്. എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? വർക്ക് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻഡു ചെയ്യൂലേ നമ്മള്? ഒരാളെ ഇൻഡു വേറൊരാള് ഇൻഡു ചെയ്യൂലേ? ഇങ്ങനെ ഇൻഡു ചെയ്യണേനാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയണത്. ഓക്കെ, എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് ആണെന്നാണ് ഇവിടെ പറയണത്? ഫോഴ്സും ഡിസ്റ്റൻസും. അതാണ്. അപ്പോ വർക്ക് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ്
ഡിസ്റ്റൻസ്. പിടികിട്ടിയോ? അപ്പോ വർക്കിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ എനിക്ക് ഇക്വേഷൻ എന്താണോ ആ ഇക്വേഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ഇക്വേഷൻ എങ്ങനെയാ? ഈ ഇക്വേഷൻ നോക്കിയിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? വർക്ക് എന്ന് വെച്ചാല് പ്രോഡക്റ്റ് ഓഫ് എന്തൊക്കെയാ? ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് വർക്കിന്റെ ഡെഫിനിഷൻ, ഇതാണ് വർക്കിന്റെ ഇക്വേഷനും. മനസ്സിലായല്ലോ? പിന്നെ ഉള്ളത് യൂണിറ്റ് ആണ്. വർക്കിന്റെ യൂണിറ്റ്. വർക്ക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എനർജി ആണ്. സോ അതിനെ നമുക്ക് ജൂൾസ് എന്ന് പറഞ്ഞ യൂണിറ്റ് വെച്ചിട്ടാണ് പറയാ. നോർമലി ക്യാപിറ്റൽ ലെറ്റർ ജെ വെച്ച് പറയും. ജെ ഫോർ ജൂൾ. ജൂൾ എന്ന് വെച്ചാൽ ഒരു സയന്റിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ വർക്കിന്റെ SI യൂണിറ്റ് പറയാ. അപ്പോ വർക്ക് എന്താണെന്ന് പിടികിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് വർക്ക് എന്ന് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. വർക്ക് എന്ന് വെച്ചാല് ഒരു ഓബ്ജക്റ്റില് ആ ഒബ്ജക്റ്റിന്റെ മാസ്, അതൊരു ഇച്ചിരി മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും. ആ ഒബ്ജക്റ്റിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. ആ ഫോഴ്സ് കൊടുത്തപ്പോ ആ ഒബ്ജക്റ്റ്, ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റ് കുറച്ച് അപ്പുറത്തേക്ക് മാറി. ഓക്കെ, അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുത്തു, അതൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പൊ ആ ഫോഴ്സ് കൊടുത്തത് ഇൻറ്റു ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്തത് ഈക്വൽ ടു ആണ് എന്റെ വർക്ക് ഡൺ. മനസ്സിലായോ? ഇതാണ് വർക്ക്. പിടികിട്ടിയോ? പിടികിട്ടി. എന്തേലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും പോർഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ്? വർക്കിന്റെ ഡെഫിനിഷൻ. ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? അത് ഈ ഇക്വേഷൻ വെച്ച് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. കാണാൻ പടം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്നും കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. വർക്ക് ഈക്വൽസ് ടു എന്താ? പ്രോഡക്റ്റ് ഓഫ് എന്തൊക്കെയാ? ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. അതാണ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. അതാണ് വർക്ക്. പിന്നെ വർക്കിന്റെ യൂണിറ്റും. ഇത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കാം, കാണാതെ ഇപ്പോഴേ പഠിച്ചു വെക്കാം. വർക്ക് ഇസ് ഈക്വൽസ് ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അത് പഠിച്ചു വെച്ചെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിൽ പോവാം. ഇതും ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു മനുഷ്യൻ മറ്റേ പുല്ല് വെട്ടണ മെഷീൻ അതുകൊണ്ട് പോവാണ്. ഇവിടെയും അയാള് വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. കാരണം എന്താണ്? ഇയാള് മുന്നിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണുണ്ട് അല്ലെ? ഇയാള് മുന്നിലേക്ക് ഫോഴ്സ് കൊടുക്കണോണ്ടാണ് ഈ മെഷീൻ മുന്നിലേക്ക് മൂവ് ചെയ്യണതും, അതുകൊണ്ടാണ് ആ മെഷീന് പുല്ല് വെട്ടാൻ പറ്റണതും. അപ്പൊ അയാള് ഫ്രണ്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഈ മെഷീൻ മുന്നിലേക്ക് മൂവ് ചെയ്യണുണ്ട് അല്ലെ? അപ്പൊ അയാള് ഫോഴ്സും കൊടുക്കണുണ്ട്, അതിനൊരു ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവണുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഫോഴ്സും ആക്ട് ചെയ്യണുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് നടന്നു? വർക്ക് ഡൺ നടന്നു, വർക്ക് ചെയ്യപ്പെട്ടു അല്ലെ? അപ്പൊ ഇതൊരു എക്സാമ്പിൾ. ഞാനിപ്പോ ഒരു ഡെസ്കിന്റെ പുറത്തിരിക്കണ ഒരു ബുക്ക് തള്ളി താഴ്ത്തിട്ടു, അവിടെയും വർക്കാണ് ഇത്. കാരണം ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ആ ബുക്ക് അവിടുന്ന് മൂവ് ചെയ്തത്, താഴെ വീണു അല്ലെ? അപ്പൊ അതിന് ഇരുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു, അപ്പൊ അവിടെ വർക്ക് ചെയ്തു. ഇതാണ് വേറൊരു എക്സാമ്പിൾ. ഇനി വർക്കിന്റെ കാര്യമെല്ലാം മനസ്സിലായി. നമ്മൾ പഠിച്ചു വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പഠിച്ചു. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ചില പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. അപ്പോ എല്ലാവരുടെയും കയ്യില് ഒരു നോട്ട്ബുക്ക് വേണം, ഒരു പേനയും. കാരണം നമ്മ അപ്പൊ ഉള്ളത് ചെയ്ത് പോവാം. എല്ലാവരുടെയും കയ്യിൽ പേനയും പേപ്പറും ബുക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, എന്താണ്? എനിക്ക് കേട്ടില്ല. ടീച്ചർ ആദ്യം പറഞ്ഞ വർക്കിന്റെ അത് നോട്ട് എഴുതണോ? നോട്ട് അത് ലെക്ചർ നോട്ട് ആയിട്ട് നിങ്ങൾ പറയുമ്പോ എഴുതി പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സ്ലൈഡ്സ് കാണിക്കില്ല, ആ സമയത്ത് തന്നെ ഇത് എഴുതി പോയിക്കോ. പക്ഷെ പറയണത് മനസ്സിലാക്കണം. എഴുതുവാണെങ്കിൽ എഴുതിക്കോട്ടോ. ഓക്കെ ടീച്ചർ.
അധികം സമയം എടുക്കരുത്, ബിക്കോസ് നമുക്ക് ആകെ 40 minutes ഉള്ളൂ. അപ്പൊ വർക്ക് എന്താന്ന് ജസ്റ്റ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വർക്ക് ഇസ് ഈക്വൽസ് ടു ഫോഴ്സ് ഇൻറ്റു ഇത് എഴുതി വെക്കുക, ഇത് എഴുതി വെക്കുക. എഴുതിയെടുത്തോ? എഴുതിയില്ലേ? എഴുതി ടീച്ചർ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസിലേക്ക് വരുവാണ്. ആദ്യത്തെ പ്രോബ്ലം നോക്കിയേ. An object is moved with a force of 15 Newton. അപ്പൊ നമ്മള് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാല് തന്നേക്കണ ടേംസ്, ഗീവൺ ടേംസ് എന്തൊക്കെയാണോ അത് എടുത്ത് എഴുതുക. ഓക്കെ, ഗീവൺ ടേംസ് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ അതെ ഒരു 15 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, പിന്നെ ഒരു 50 മീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഇവരെന്താണ് ശരിക്കും? ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഓക്കെ, അതേപോലെ മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആണ്? ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസിന്റെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന ടേംസ് ആദ്യം എടുത്ത് എഴുതാം. ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലെ 15 ന്യൂട്ടൺ, അത് എടുത്ത് എഴുതി. ഇനി അടുത്ത എന്താ തന്നേക്കണ? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡി ഈക്വൽ ടു 50 മീറ്റർ, അതും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ എന്താ? ഹൗ മച്ച് വർക്ക് ഇസ് ഡൺ? ഇവിടെ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് വർക്കിന്റെ ഇക്വേഷൻ എഴുതുമ്പോ W is equals to F into D ആണെന്ന് അറിയാം. നമുക്കിവിടെ F തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ എത്ര വരും എന്നൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഉത്തരം കിട്ടിയോ? കിട്ടി ടീച്ചറെ. എത്ര ആൻസർ? 750. നമുക്ക് എങ്ങനെ കിട്ടി? 750 മീറ്റർ. അത് തന്നെ. എങ്ങനെ കിട്ടി? ഈ ഫോഴ്സ് 15 അതെ 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 ഇൻറ്റു 50 എന്ന് പറയണത് 750, 750. എപ്പോഴും യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് എന്താണ്? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഗീവൺ ടേംസ് എടുത്തെഴുതി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ഓരോ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. എങ്ങനെ ചെയ്യാം? ഇതിന്റെ അകത്ത് നമുക്ക് 650 ജൂൾ ഓഫ് വർക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ വർക്ക് തന്നിട്ടുണ്ട്, W is equals to 650 ജൂൾ, ഇത് തന്നിട്ടുണ്ട്. അടുത്തത് എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര? 5 മീറ്റർ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫോഴ്സ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും?
ഇക്വേഷൻ അറിയാം. W is equals to force into displacement ആണെന്ന് അറിയാം. എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? W തന്നിട്ടുണ്ട് 650. ഫോഴ്സ് തന്നിട്ടില്ല, അതങ്ങനെ തന്നെ എഴുതിക്കോ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5. എങ്ങനെ കണ്ടുപിടിക്കും? 650 5 കൊണ്ട് ഡിവൈഡ് ചെയ്താ പോരെ? അതെ. അപ്പൊ നമുക്ക് ഇവിടെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോഴ്സ് അവിടെ തന്നെ കിടക്കട്ടെ. ഈക്വൽ ടു 650 ഈ കിടക്കണ 5 ഡിവിഷൻ ആയിട്ട് ഇവിടെ വരും. അപ്പൊ എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? എത്ര കിട്ടി? അത്രയും വരൂലല്ലോ. 650 130 ആണോ? 130 130 130 ന്യൂട്ടൺ ആണ് വരുന്നത്. ചെയ്യേണ്ട രീതി മനസ്സിലായോ? അടുത്ത പ്രോബ്ലം നോക്കിയേ. How much work is done in lifting a 10 kg box 1.5 meter off the floor? അതായത് 10 കിലോ ഭാരമുള്ള ഒരു ബോക്സ് ഫ്ലോറിൽ നിന്ന് താഴത്ത് നിന്ന് 1.5 മീറ്റർ ഉയരത്തിലേക്ക് എനിക്ക് പൊക്കിയെടുക്കണം. അപ്പൊ അവിടെ ചെയ്യണ വർക്ക് ഡൺ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ W is equals to F into D ആണ്. അതെല്ലോ. ഇതിൽ നമുക്ക് ഇത്രയും ചെയ്ത പ്രോബ്ലംസിന്റെ അകത്ത് ഫോഴ്സ് തന്നിട്ടുണ്ടാവും, ഡിസ്റ്റൻസും തന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് W കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ? അല്ലെങ്കിൽ എങ്ങനെ തന്നിട്ടുണ്ടായി? W തന്നിട്ടുണ്ടാവും, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, ഫോഴ്സ് കണ്ടുപിടിക്കണമായിരുന്നു. അതും എളുപ്പമായിരുന്നു, കാരണം 2 ടേംസ് തന്നിട്ട് ഇത് മാത്രം കണ്ടുപിടിക്കാനും സിമ്പിൾ ആയിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് തന്നേക്കുന്ന എന്താണ്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? 1.5 മീറ്ററിന് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പക്ഷെ ഫോഴ്സ് തന്നിട്ടുണ്ടോ? ഫോഴ്സ് തന്നിട്ടുണ്ടോ? ഫോഴ്സ് തന്നിട്ടില്ല. അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അറിയാമോ? F is equal to mass into acceleration. എഴുതി വെക്കട്ടോ, ഇക്വേഷൻ എഴുതി വെച്ചോ സൈഡില്. ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് അത്, എഴുതി തന്നെ വെക്കട്ടോ. ഫോഴ്സ് is equal to mass into acceleration. Force is equals to mass into acceleration. എഴുതി വെച്ചോ. ആക്സലറേഷന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതും നോട്ട് ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിൽ സൈഡിലായിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചേക്കുക. ആക്സലറേഷന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നോട്ട് ചെയ്തോ? അപ്പൊ എനിക്ക് ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാലോ. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എനിക്ക് ഫോഴ്സ് ഇല്ലായിരുന്നു, ഫോഴ്സ് തന്നിട്ടില്ല, പകരം മാസ് തന്നിട്ടുണ്ടായി, ഒരു 10 kg തന്നിട്ടുണ്ടായി. അപ്പൊ എനിക്ക് അതിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാലോ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to M into A. മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 10. ആക്സലറേഷൻ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു? 9.8 അല്ലേ? അപ്പൊ എനിക്ക് എത്ര കിട്ടും ഫോഴ്സ്? ടെൻ ഇൻറ്റു 9.8 എന്ന് പറയുമ്പോ എത്രയാണ്?
98. 98. അപ്പൊ എനിക്കിപ്പോ ഫോഴ്സ് കിട്ടിയില്ലേ? ഇനി എനിക്ക് ഈ ഫോഴ്സിന്റെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഫോഴ്സ് 98 എന്ന് കിട്ടിയതേ, ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 98 into 1.5 ചെയ്യുമ്പോ എനിക്ക് വർക്ക് എത്രയാന്ന് കിട്ടും. എത്ര കിട്ടും എന്ന് പറഞ്ഞേ? എത്ര കിട്ടി? ടീച്ചർ. അതെ, 147. ബാക്കി എന്തെഴുതണം? യൂണിറ്റ് ജൂൾ. എപ്പോഴും യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ജൂൾസ്. 147 ജൂൾസ് കിട്ടിയ എല്ലാവർക്കും? കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഈ പറഞ്ഞ സംഭവം തന്നെയാണിത് ഇവിടെ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ തന്നേക്കണത്. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോട്ടോ. എഫ് അത് ഓൾറെഡി പറഞ്ഞല്ലേ. ഓക്കെ, എഫ് ഇസ് ഈക്വൽസ് ടു എം എ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഫോഴ്സ് തന്നിട്ടില്ലായിരുന്നു, ഫോഴ്സ് കണ്ടുപിടിച്ചു. പിന്നെ ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സിന്റെ വാല്യൂ കൊണ്ടുവന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 147 ആൻസർ കിട്ടി. ഇനി നോക്കിയേ, ഇതിൽ നമുക്ക് ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് W is equals to force into displacement. ഈ വാല്യൂ വെച്ചിട്ട് ഈ ബോക്സ് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ നോക്കിയേ, ഫോഴ്സ് തന്നിട്ടുണ്ട് 150. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 25. അവിടുത്തെ വർക്ക് എത്ര കിട്ടി? വർക്ക് എന്ത് കിട്ടി? 3750. ആദ്യത്തെ വർക്ക് ഡൺ ആണ് 3750 ജൂൾ. കിട്ടിയോ എല്ലാവർക്കും? ചാക്കില് 5 കിടക്കും. പിന്നെ ആ ചാക്കില് വാരിയല്ലേ ചാക്ക് പൊട്ടി പോകുന്നു. ഇതുപോലത്തെ സിമെന്റ് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായത് ഏതാണെന്ന് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോട്ടാ. ചോദിച്ച ആൾക്ക് വേണ്ടിട്ട്. എഴുതിയെടുത്തില്ലേ? ഇനി നമുക്ക് എന്താണ്
അടുത്ത നോക്കിയേ, ആദ്യത്തെ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഇനി എന്താ ചെയ്യാം? രണ്ടാമത്തെ ഇതേപോലെ തന്നെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഫോഴ്സ് വന്നിട്ടുണ്ട് 6.5 into 10⁻³ ഇതാണ് ഫോഴ്സ്. ഓക്കെ, അപ്പോ 6.5 into 10⁻³ ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഈ 6.5 എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നോക്കിയേ, 6.5നെ ഞാൻ ഒരു 10 വെച്ച് ഇൻഡു ചെയ്താൽ ഇത് 65 മാറും. ഓക്കെ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 6.55 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ്. അപ്പൊ ഞാൻ എത്ര 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 100. അപ്പൊ ഇത് 655 ആകും. ഓക്കെ, അതേപോലെ ഇപ്പൊ ഞാൻ വേറൊരു വാല്യൂ എടുക്കുവാണ്. 6.5 into 100 കൊടുത്തു. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഒരു 0 എടുക്കും. അപ്പൊ എന്തായി? 65 ആയല്ലോ. ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു 0 കൂടെ കിടപ്പുണ്ട്. അപ്പൊ ഇത് എന്തായി മാറി? 650 മാറി. അങ്ങനെ ഇവിടെ ഈ 10⁻³ എന്ന് വെച്ച എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ 10 3 പൂജ്യങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ 10⁻⁴ എന്നാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 10⁻⁴ എന്നാണെങ്കിൽ 1 2 3 4 പൂജ്യങ്ങൾ വരും. ഇനി 10⁻² എന്ന് പറഞ്ഞാൽ എന്താ? 1 2 പൂജ്യങ്ങൾ. ഈ രീതിയിലാണ് നമ്മൾ റേസ് വരുമ്പോ ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യന്റെ അകത്ത് 10⁻³ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? 10⁻³. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 6.5 into 10⁻³ എന്ന് പറയുമ്പോ 3 പൂജ്യങ്ങൾ. ഓക്കെ, ഇനി ഒന്നും കൂടി ഇതിനെ ഇൻഡു ചെയ്തേ. ഇവിടെ നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു 0 എടുക്കും. അപ്പൊ ഇപ്പൊ ഇത് എന്ത് മാറി? 65. പിന്നെ ബാക്കി എത്ര 0 ഉണ്ട്? 2 zeros. അപ്പൊ 6.5 into 10⁻³ എനിക്ക് എങ്ങനെ എഴുതാം? 65,000 എന്ന് എഴുതാം. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഇതിനെ എനിക്ക് ചെയ്യാം. അപ്പോ 65,000 എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? ഇനി എനിക്ക് വർക്ക് കണ്ടുപിടിക്കാലോ. ഫോഴ്സ് ഇപ്പൊ കിട്ടി 65,000 എന്ന്. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 320. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ എന്ന് പറയണത് എന്ത് ചെയ്യാം? 65,000 into 320 എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? 2,80,000. 2,80,000 ഇങ്ങനെ കിട്ടും. അപ്പോ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എക്സാമിന് ഇതേപോലെ ചോദിക്കാം. അപ്പൊ ഈ എളുപ്പത്തിൽ ഇതേപോലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡെസിമൽ ഒക്കെ ഇതിന്റെ പോയിന്റ് ഒക്കെ ഇട്ട് തരുവാണെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്ത പോലെ തന്നെ സീറോസ് ഇട്ട് അതിനെ പോയിന്റ് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തേ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഇതിന്റെ ആൻസർ വേണം. അപ്പോ ഇതിന്റെ വാല്യൂസ് ഇപ്പൊ നമ്മൾ 2 എണ്ണം കണ്ടുപിടിച്ചു അല്ലെ. ഇനി അടുത്തതിന്റെ വാല്യൂ എഴുതി വെക്കി. ഡിസ്റ്റൻസ് d is equals to 52 തന്നിട്ടുണ്ട്. വർക്ക് is equals to എന്താ 65,000. അപ്പൊ അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ട? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എഴുതിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡീത്ത് ക്വസ്റ്റ്യൻ നോക്ക്. ഡിയും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 72.7 into 10⁻³ തന്നിട്ടുണ്ട്. വർക്ക് 2 തന്നിട്ടുണ്ട്. അവിടെ കണ്ടുപിടിക്കേണ്ട എന്താ? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എഴുതിയെടുക്കുക. അടുത്തത് ഇതേപോലെ ബോക്സ് ഒന്നും വരയ്ക്കണ്ട കേട്ടോ. നിങ്ങള് ജസ്റ്റ് ഇതേപോലെ ഞാൻ എഴുതുന്ന പോലെ വാല്യൂ എഴുതിയാൽ മതി. വാല്യൂ എഴുതിയെടുത്താൽ മതി. അടുത്തതില് ഫോഴ്സ് തന്നിട്ടുണ്ട് 2 ന്യൂട്ടൺ. പിന്നെ വർക്ക് ഡൺ തന്നിട്ടുണ്ട് എത്ര? 542 ജൂൾസ്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അടുത്തത് എഫ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഫോഴ്സ് തന്നിട്ടുണ്ട് 90. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ തന്നിട്ടുണ്ട് 1.45 into 10⁻⁴. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ്. ഇത് എഴുതിയെടുത്ത് കണ്ടുപിടിച്ച് വെക്കുക. അടുത്ത ക്ലാസ്സിൽ എന്നിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തന്നെ. കാര്യം പിടികിട്ടിയോ? എങ്ങനെയാ ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത്രയാണ് നമ്മളുടെ വർക്ക് എന്ന് പറഞ്ഞ പോർഷനിൽ വരുന്നത്. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്നുകൂടെ ബ്രീഫ് ആയിട്ട് പറഞ്ഞാല് വർക്ക് ഡണ്ണിനെ എങ്ങനെ പറയാം? എനിക്ക് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പോ ഈ ഇക്വേഷൻ W ചോദിച്ചാല് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ല ഇനി ഫോഴ്സ് ആണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? W ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ചെയ്യാം. ഇനി ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാം? W ഡിവൈഡഡ് ബൈ F ചെയ്യാം. ഓക്കെ. ഈ ഇക്വേഷൻസും കൂടെ വേണമെങ്കിൽ നോട്ടിലൊന്ന് എഴുതിയെടുത്തോ. എന്നിട്ട് ഈ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണിച്ചു തരണം. എഴുതിയോ? എഴുതി ടീച്ചർ. അപ്പോ ഇന്നത്തേക്ക് ഇത്രയാണ് നമുക്കുള്ളത്. ഇനി വരുന്നത് പവർ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ വർക്കിന്റെ കേസ് എല്ലാം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മനസ്സിലായെങ്കിൽ മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ ഇപ്പൊ. ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാലും മതി. ഓക്കെ. തൽക്കാലം ഡൗട്ട്സ് ഒന്നും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. ഒന്നും ഇല്ലല്ലോ ചോദിക്കാൻ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഈ വർക്കിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക, ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക, യൂണിറ്റും പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ പോർഷൻ കഴിഞ്ഞു. നമ്മൾ അതിന്റെ കുറച്ച് 2-3 പ്രോബ്ലംസും ചെയ്തു. ഇനി വരുന്നത് പവർ. പവർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ ടീച്ചർ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഇനി നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ് ലൈവ് സെക്ഷൻ വരുന്നത് ബുധനാഴ്ച ആയിരിക്കും. നമ്മുടെ ലൈവ് സെക്ഷൻ വരുന്നത് അടുത്തത്. അതിനുശേഷം ശനി ഞായറും ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇനി 3 ദിവസങ്ങളാണ് നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാകുന്നത്.
പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഇന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പൺ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് ഫോം ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് 10:30 ഒരു ബാച്ച് ഉണ്ടാവും, 2 മണിക്ക് ഒരു ബാച്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ ലിങ്ക് തലേ ദിവസം തന്നെ നമ്മൾ അയക്കും. പിന്നെ നമ്മളുടെ ഓൺലൈൻ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായ അതിനകത്ത് നമുക്ക് കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ വീഡിയോ ലൈബ്രറി ഒക്കെ ഇതിന്റെ ടെക്നിക്കൽ ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനകത്തേക്ക് നമുക്ക് പെർമിഷൻ ലഭിക്കാത്തത്. അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് അതിന്റെ ഇത് വരുന്ന മുറയ്ക്ക് നിങ്ങൾ അത് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതും ഉണ്ടോ? ടീച്ചറോട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 3 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമുക്കിനി? ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചർ ലൈനിലുണ്ട്, ടീച്ചറോട് ജസ്റ്റ് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് പറയാം നിങ്ങൾക്ക്. ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത ലൈവ് സെക്ഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുധനാഴ്ച ആയിരിക്കും ഇനി വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.